A very good morning, my dear students. Today we will go through process accounting problem with normal process laws. In our previous class, we studied about simple process account and how to find out cost per unit of process 1, 2 and 3. സോ ആദ്യം നമുക്ക് നോർമൽ പ്രോസസ് ലോസ് എന്താണെന്ന് നോക്കാം. നോർമൽ പ്രോസസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലോസ് വിച്ച് ഈസ് അൺഅവോയ്ഡബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻഹറന്റ് നേച്ചർ ഓഫ് മെറ്റീരിയൽസ് ഓർ പ്രൊഡക്ഷൻ പ്രോസസ്. അതായത് നോർമൽ കണ്ടീഷൻസ് ഓഫ് പ്രൊഡക്ഷനിൽ റൈസ് ചെയ്യുന്ന അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഇൻഹറന്റ് നേച്ചറിലെ മെറ്റീരിയൽസ് ഓർ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ സംഭവിക്കുന്ന ലോസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോർമൽ പ്രോസസ് ലോസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇതെങ്ങനെയൊരു എക്സ്റ്റിമേഷൻ, നമുക്ക് എത്രത്തോളം നോർമൽ ലോസ് സംഭവിക്കാം എന്ന് നമുക്ക് എക്സ്റ്റിമേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യൂഷ്വലി കാൽക്കുലേറ്റഡ് അറ്റ് എ സർട്ടൻ പെർസെൻറ്റേജ്, അല്ലെങ്കിൽ ഒരു ഇൻപുട്ടിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ നോർമൽ പ്രോസസ്സായിട്ട് കണക്കാക്കും. ആൻഡ് ഇത് എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത്? ഇറ്റ് ഈസ് calculated on the basis of the past experience or the past data. Clear? ഞാൻ ഒന്നും കൂടി പറയാം. Normal process loss is the loss which is unavoidable on account of inherent nature of materials through അല്ലെങ്കിൽ while production process. And how it arises? It arises under normal conditions and it can be estimated in advance on the basis of past experience or past data, and it is calculated as a certain percentage of input. So normal process lossൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വേസ്റ്റ് അല്ലെങ്കിൽ സ്ക്രാപ്പ്, അല്ലെങ്കിൽ വേസ്റ്റും സ്ക്രാപ്പും ഉണ്ടാവും. ആൻഡ് വേസ്റ്റ് നമുക്കറിയാം, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉണ്ടാവുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് നമുക്ക് അൺസെയിലബിൾ ആണ്. നമുക്കത് സെയിലബിൾ ചെയ്ത് അതിൻ്റെ ഒരു വാല്യൂ ഒന്നുമില്ല, ബട്ട് ഇറ്റ് ഹാസ് നോ വാല്യൂ. ബട്ട് സ്ക്രാപ്പ് അങ്ങനെയല്ല, നമുക്ക് കുറച്ച് വാല്യൂ നമുക്ക് കിട്ടും. ആൻഡ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഫിനേഷൻ എന്താണ്? വേസ്റ്റ് ഈസ് എ ഡിസ്കാർഡഡ് സബ്സ്റ്റാൻസസ് ഹാവിങ് നോ വാല്യൂ എന്നാണ്. ദെൻ നാച്ചുറൽ ലോസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്കത് അതിൽ നിന്നും വാല്യൂ ഒന്നും കിട്ടാനും പോകുന്നില്ല. ഇനി ഇങ്ങനെയുള്ള ഈ ഒരു നോർമൽ ലോസിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം ആസ് അക്കൗണ്ടിങ് പ്രൊസീജിയർ, നമ്മൾ എന്താണ് അതിനുള്ളത് നോക്കാം. ഇത് നോർമൽ ലോസ് നമുക്കറിയാം, ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രോഡക്റ്റ് കോസ്റ്റിലാണ് നമ്മളിത് കാണിക്കുന്നത്. ആൻഡ് ദ കോസ്റ്റ് പെർ ഗുഡ് യൂണിറ്റ് വിൽ ഇൻക്രീസ് ആൻഡ് ലോസ് ഇൻ വെയിറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ദ കൺസേൺഡ് പ്രോസസ് അക്കൗണ്ട്. ആ കൺസേൺഡ് പ്രോസസ് അക്കൗണ്ടിൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടാണ് ഈ ലോസ് ഇൻ വെയിറ്റ് കാണിക്കേണ്ടത്. ആൻഡ് നമുക്കറിയാം ഇറ്റ് ഈസ് റെക്കോർഡഡ് ഓൺലി ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി, ആൻഡ് ഇറ്റ് ഈസ് സോ ബിക്കോസ് ഇറ്റ് ഈസ് അൺസെയിലബിൾ ആൻഡ് ഇറ്റ് ഹാസ് നോ വാല്യൂ. അൺസെയിലബിൾ ആണ്, നോ വാല്യൂസ് ആണ്, ആൻഡ് ഇറ്റ് ക്യാൻ ബി റെക്കോർഡഡ് ഇൻ ടേംസ് ഓഫ് ദ ക്വാണ്ടിറ്റിയുമാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ നോർമൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ഗുഡ് ഔട്ട്പുട്ട് ആൻഡ് കോസ്റ്റ് പെർ ഗുഡ് യൂണിറ്റ് ഇൻക്രീസിങ് അക്കോർഡിംഗ്ലി ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഒരു 100 യൂണിറ്റ്സിൻ്റെ പ്രൊഡക്ഷനാണ് നമ്മൾ നടത്തുന്നതെന്ന് വിചാരിക്കുക. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ, അല്ലെങ്കിൽ 100 യൂണിറ്റ്സ് പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1000 rupees ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലെ നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ എത്രയാണോ നമ്മുടെ ഇൻപുട്ട് അതിൻ്റെ 20% വിചാരിക്കുക. സോ നമ്മുടെ ശരിക്കും ഔട്ട്പുട്ട് എന്ന് പറയാം അപ്പോൾ എത്ര വരുള്ളൂ? 100 വരില്ല, 80 യൂണിറ്റ്സ് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. ബിക്കോസ് 20 നമ്മുടെ നോർമൽ ലോസ് ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. സോ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയായിരിക്കും? അതായത് ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണല്ലോ കോസ്റ്റ് പെർ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ 1000 ഡിവൈഡഡ് ബൈ 80 ആയിരിക്കും. അതായത് 12.5 ആയിരിക്കും നമ്മുടെ കോസ്റ്റ് പെർ യൂണിറ്റ്. സോ ദിസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലേറ്റഡ് റേറ്റ് ആണ്. ഇഫ് ദർ ഇസ് നോ ലോസ് ഇൻ വെയിറ്റ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് വുഡ് ബി 10. ഇപ്പോൾ ഒരു ലോസ് ഇൻ വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 ആയി മാറും. ഇത് 80 ആയതുകൊണ്ടാണ്
അതിൻ്റെ 12.5 ആയിട്ട് മാറിയത്. ഇപ്പോൾ നോ ലോസ് ഇൻ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ കോസ്റ്റ് പെർ യൂണിറ്റ്? ഇറ്റ് ബിക്കം 10 ബിക്കോസ് 20 ഈസ് നോട്ട് ലോസ്. നമുക്ക് 1000/100 കിട്ടും ആൻഡ് 10 വിൽ ബി അവർ cost per unit. Okay, clear? So now we will go through a problem about normal process laws. From the following figures show the cost of 3 processes of manufacture. The production of the each process is passed on to the next process immediately on completion. ഇതിൽ നമുക്ക് വേജസ് ആൻഡ് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. പ്രോസസ് എ 30,400, പ്രോസസ് ബി 12,000, പ്രോസസ് സി 29,250. വർക്ക്സ് ഓവർ ഹെഡ് തന്നിട്ടുണ്ട് 5,600, 5,250 ആൻഡ് പ്രോസസ് സി 6,000. പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 36,000, 37,500 ആൻഡ് 48,000. സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. പ്രോസസ് ബിയുടെ 4,000ഉം പ്രോസസ് സിയുടെ 16,500ഉം ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട് 1,000 ആൻഡ് 5,500 ഫോർ ബി ആൻഡ് സി ആസ് വെൽ. സോ നമുക്ക് പ്രോബ്ലം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ പ്രോസസ് എ വരയ്ക്കുക വിത്ത് യൂണിറ്റ് ആൻഡ് എമൗണ്ട് കോളം, ആൻഡ് പ്രോസസ് ബി വിത്ത് യൂണിറ്റ് എമൗണ്ട് കോളം, ആൻഡ് പ്രോസസ് സി വിത്ത് യൂണിറ്റ് ആൻഡ് എമൗണ്ട് കോളം ആസ് വെൽ. സോ ഇതുപോലെ എല്ലാ എക്സ്പെൻസസും നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ആൻഡ് ട്രാൻസ്ഫേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രോസസ് അക്കൗണ്ട് ട്രാൻസ്ഫർ എല്ലാം നമ്മൾ ഈവൻ ലോസ് ഇൻ വെയിറ്റ് വരെ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ക്രെഡിറ്റിംഗ് ദാസ് ട്രാൻസാക്ഷൻസ് ഇൻ പ്രോസസ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം ഒന്ന് നോക്കാം. നമുക്ക് പ്രോസസ് എ അക്കൗണ്ട് വരയ്ക്കാം വിത്ത് യൂണിറ്റ് ആൻഡ് എമൗണ്ട് കോളം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ 3 എമൗണ്ട് കോളവും വരച്ചിട്ടുണ്ട്. അതിൽ പ്രോസസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമുക്ക് വേജസ് ആൻഡ് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട് അല്ലേ. സോ അത് എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 36,000 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രോസസ് എയിൽ. സോ ഞാൻ എന്ത് ചെയ്തു? ടു മെറ്റീരിയൽസ് യൂണിറ്റ്സ് പറഞ്ഞിട്ട് ഞാൻ 36,000 അവിടെ കാണിക്കുകയും എമൗണ്ട് കോളത്തിൽ 30,400 എഴുതുകയും ചെയ്യും. ആൻഡ് എനിക്ക് വർക്ക്സ് ഓവർ ഹെഡായിട്ട് പ്രോസസ് എയിൽ 5,600 എക്സ്പെൻസസ് വന്നിട്ടുണ്ട്, ഞാൻ അതും എഴുതി. ദെൻ പ്രോസസ് ബി അക്കൗണ്ടിൻ്റെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇത് തന്നെ ബാലൻസ് ചെയ്ത് എഴുതുകയാണ്. സോ 36,000 ആണ് എൻ്റെ എമൗണ്ട് ആയിട്ട്. അതായത് പ്രോസസ് ബിയുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് എയുടെ ഔട്ട്പുട്ട് ആണല്ലേ. സോ അത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഞാൻ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചു. 1 ആണ് എൻ്റെ പ്രോസസ് എയുടെ ഔട്ട്പുട്ട്. ക്ലിയർ? നമ്മൾ ഇതുപോലത്തെ ഒരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത് കാണിച്ചു തന്നതാണ്. സോ പ്രോസസ് അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ചെയ്യണം. ജസ്റ്റ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഹൗ വി ട്രീറ്റ് ദ നോർമൽ ലോസ് ഹിയർ എന്നുള്ളതാണ്. ആൻഡ് പ്രോസസ് ബി അക്കൗണ്ടിലാണ് ലോസ് വരുന്നത്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. സോ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 4,000 ആണ് അല്ലേ. സോ നമുക്ക് യൂണിറ്റ് പെർ യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ മൈ എമൗണ്ട് കോളം വിൽ ബി ഫോർ പ്രോസസ് ബി ഈസ് 4,000. ദെൻ ടു പ്രോസസ് അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 36,000 ആണ്. അത് ഞാൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എഴുതിയത്. സോ അവിടെ ഞാൻ എന്ത് എഴുതണം? പ്രോസസ് എ അക്കൗണ്ട് എന്ന് കാണിക്കണം. ദെൻ വേജസ് ആൻഡ് മെറ്റീരിയൽ ഞാൻ 12,000, വർക്ക്സ് ഓവർ ഹെഡ് ഞാൻ 5,250. സോ ഞാനിത് ബാലൻസ് ചെയ്യാണ്. ഐ ഗോട്ട് 57,250 ആസ് മൈ ബാലൻസ്. സോ എനിക്ക് ഈ ഒരു പ്രോസസ് അക്കൗണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് പെർ യൂണിറ്റ് എനിക്ക് തന്നിട്ടുണ്ട് പ്രോസസ് ബിയിലെ അല്ലേ. സോ ഞാനത് അവിടെ എടുത്ത് എഴുതി. ഞാൻ അവിടുത്തെ എഴുതി കഴിഞ്ഞു. ഇനി ഞാൻ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എത്രയാണ് അവിടെ ബാലൻസ് വരുന്നത്? യൂണിറ്റിൻ്റെ കേസസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 40,000, 1,500 ആണ്. 1,000 കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ലോസ് ഇൻ വെയിറ്റ് എത്രയാണ് വരുന്നതെന്ന് നോക്കാം. സോ ആ സെക്കൻഡ് പ്രോസസ്സായിട്ടുള്ള പ്രോസസ് ബി അക്കൗണ്ടിൽ ഞാൻ ഒന്നും കൂടി പറയാം. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി. അതായത് നമുക്ക് 4,000 ആണ് തന്നിട്ടുണ്ട്. പെർ യൂണിറ്റ് 1 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ 4,000 × 1 നമ്മുടെ എമൗണ്ട് കോളം 4,000 തന്നെ. ദെൻ നമ്മൾ പ്രോസസ് എയിൽ നിന്നുള്ള ഫ്രം പ്രോസസ് എ അക്കൗണ്ടിൻ്റെ ട്രാൻസ്ഫർ ആയിട്ടുള്ള 36,000 ഞാൻ അവിടെ എഴുതി കഴിഞ്ഞു. ദെൻ നമുക്ക് വേജസ് ആൻഡ് റോ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്, വർക്ക്സ് ഓവർ ഹെഡ് തന്നിട്ടുണ്ട്. സോ നമ്മുടെ ടോട്ടൽ എമൗണ്ട് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ബിക്കം 57,250 ആൻഡ് യൂണിറ്റ് കോളം ബിക്കം 40,000, റൈറ്റ്. ദെൻ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഞാൻ അവിടെ അത് എന്ത് എഴുതി?
1000 എഴുതി. ആൻഡ് 1000 ഇൻറ്റു 1000 തന്നെയാണ് എൻ്റെ എമൗണ്ട് കോളത്തിൽ ഞാൻ എഴുതേണ്ടത്. ദെൻ ഇനി ഞാൻ ബാലൻസ് ചെയ്യുകയാണ്. ബാലൻസ് ചെയ്യുമ്പോൾ എൻ്റെ പ്രോസസ് അക്കൗണ്ട് ബിയിലെ പ്രോസസ് അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എമൗണ്ട് 37,500 56,250 ആണ് അല്ലേ. സോ ഈ 37,500നെയും അതുപോലെ 56,250നെയും ഞാൻ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് അതിൽ നിന്നും ഞാൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ലോസ് ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ നോർമൽ ലോസ്. അതായത് ബാലൻസിങ് ഫിഗർ ആണ് നമ്മളുടെ ലോസ് 1500. ക്ലിയർ? സോ ഈ 1500 ഞാൻ ലോസ് ഇൻ വെയിറ്റ് ആയിട്ട് അവിടെ കണ്ടുപിടിച്ചു. ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് എനിക്ക് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ യൂണിറ്റ്. അതായത് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മുടെ എത്രയാണ്? 37,500 ആണ്. സോ 56,250 ഡിവൈഡഡ് ബൈ 37,500. മൈ പ്രോസസ് ബി അക്കൗണ്ടിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1.50 ആണ്. ക്ലിയർ? ദെൻ നമ്മൾ പ്രോസസ് സി അക്കൗണ്ടിലേക്ക് എടുക്കുകയാണ്. പ്രോസസ് സി അക്കൗണ്ടിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുക. അപ്പോൾ എൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1.50 ആണ്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് എനിക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 16,500. സോ 16,500 ഇൻറ്റു 1.50 എന്ന് പറഞ്ഞാൽ എൻ്റെ എമൗണ്ട് കോളത്തിൽ ഞാൻ എഴുതേണ്ടത് 24,750 ആണ്. ദെൻ പ്രോസസ് ബി, ഫ്രം ബിയിൽ നിന്ന് കിട്ടിയ ട്രാൻസ്ഫർ ദാറ്റ് ഈസ് 37,500 56,250. റൈറ്റ്? ദെൻ വേജസ് ആൻഡ് റോ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്, വർക്ക്സ് ഓവർ ഹെഡ് തന്നിട്ടുണ്ട്. ദെൻ മൈ ടോട്ടൽ എമൗണ്ട് കോളം ബിക്കം 54,000 ആൻഡ് 1,16,250. ഇനി ക്രെഡിറ്റ് കോളാണ് ഞാൻ ഫില്ല് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്തു? മൈ ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് നമുക്ക് തന്നേക്കുന്നത് 5,500 ആണ്. ഇൻറ്റു 1.50 ദാറ്റ് ഈസ് 8,250. ക്ലിയർ? ദെൻ ഇനി ഞാൻ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ്ഡ് സ്റ്റോക്ക് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 48,001 എൻ്റെ എന്ന എമൗണ്ട് 1,08,000. ക്ലിയർ? സോ 48,000 1,08,000 കിട്ടി. ദെൻ നമ്മളത് ടോട്ടൽ അക്കൗണ്ട് നമ്മൾ ചെയ്യുകയാണ്. അതിനു മുമ്പ് ഇതിനെ ബാലൻസ് ലോസ് ഇൻ വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ബാലൻസിങ് ഫിഗർ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഔട്ട്പുട്ട് ഫ്രം ദ പ്രിസീഡിംഗ് പ്രോസസ് മൈനസ് ഔട്ട്പുട്ട് ഓഫ് ദ കൺസേൺഡ് പ്രോസസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് നമ്മളുടെ ലോസ് ഇൻ വെയിറ്റ് അല്ലേ. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കറിയാം, ഔട്ട്പുട്ട് ഫ്രം ദ പ്രിസീഡിംഗ് പ്രോസസ് നമുക്കറിയാം, അതേ ലെസ് ഔട്ട്പുട്ട് ഓഫ് ദ കൺസേൺഡ് പ്രോസസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ലോസ് ഇൻ വെയിറ്റ് ആയിട്ട് എത്രയാണ് കിട്ടുന്നത്? വി വിൽ ഗെറ്റ് 500. ആ ബാലൻസിങ് ഫിഗറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ചെയ്തെടുത്ത് എഴുതാം. ദാറ്റ് ഈസ് 54,000 ആൻഡ് 1,16,250. കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫിനിഷ്ഡ് സ്റ്റോക്സ് ട്രാൻസ്ഫർ, അതായത് 1,08,000 ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് 48,000 2.25 ആണ് നമ്മളുടെ കോസ്റ്റ് പെർ യൂണിറ്റ്. സോ ഇങ്ങനെയാണ് പ്രോസസ് എ അക്കൗണ്ട്, പ്രോസസ് ബി അക്കൗണ്ട്, പ്രോസസ് സി അക്കൗണ്ടിലേക്ക് നമ്മൾ കടക്കുന്നത്. So I hope you well understand about how to do the problem of process account with normal loss. And one thing you have to remind that you have to find out the loss in weight by applying normal loss. By applying this formula, how to calculate the loss in weight is always remember opening stock plus output from the preceding process less ഔട്ട്പുട്ട് ഓഫ് ദ കൺസേൺഡ് പ്രോസസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. സോ നമ്മളൊരു പ്രോസസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ആ കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ ആ ഒരു ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബാലൻസിങ് ഫിഗർ ഓഫ് ദാറ്റ് കൺസേൺഡ് അക്കൗണ്ട് ആണ്. സോ ബാലൻസ് ചെയ്യുമ്പോൾ ഓർക്കുക എപ്പോഴും ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഔട്ട്പുട്ട് ഓഫ് ദ പ്രിസീഡിംഗ് പ്രോസസ്, ആ പ്രോസസ്സിലുള്ള ഔട്ട്പുട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഔട്ട്പുട്ട് മൈനസ് ഔട്ട്പുട്ട് ഓഫ് ദ കൺസേൺഡ് പ്രോസസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് എപ്പോഴും നമ്മളുടെ ലോസ് ഇൻ വെയിറ്റ് ആയിട്ട് മാറുക. ഓക്കെ, സോ ഓപ്പണിംഗ് സ്റ്റോക്ക് എപ്പോഴും പ്രോസസ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും നമ്മൾ പ്രോസസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കാം. ഐ ഹോപ്പ് യു വെൽ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ പ്രോബ്ലം ആൻഡ് ട്രൈ ടു കംപ്ലീറ്റ്, അല്ലെങ്കിൽ ട്രൈ ടു നിങ്ങൾ സ്വന്തം തന്നെ നോട്ട്ബുക്കിൽ എഴുതി ചെയ്ത് അത് നന്നായി പറ്റുന്നുണ്ടോ, അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ആൻഡ് ക്വറീസ് യു ക്യാൻ ആസ്ക് മീ ത്രൂ അവർ വാട്സപ്പ് ഗ്രൂപ്പ്.
ആൻഡ് ദിസ് ഈസ് എ പ്രോബ്ലം. ഈ ഒരു ഹോംവർക്കാണ് നിങ്ങൾക്ക്. സോ അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോബ്ലം കൂടി ചെയ്യുക. ആൻഡ് ഓൾവേസ് റിമെമ്പർ, നമ്മൾക്ക് ഒരു സ്പീഡ് ആക്യുറസി എത്രത്തോളം നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ വരിക, അല്ലെങ്കിൽ ഒരു എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആണ്, ഹൗ ടു സോൾവ് എ പ്രോബ്ലം. സോ ഓൾവേസ് റിമെമ്പർ ടു എക്സ്പീരിയൻസ് ഇറ്റ്, പ്രാക്ടീസ് ഇറ്റ്. എത്രത്തോളം പറ്റുന്നു അത്രത്തോളം ചെയ്യുക. ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. എ പ്രോഡക്റ്റ് പ്രോസസ് ത്രൂ 3 പ്രോസസ്സാണ്. 1000 ആണ് അവരുടെ യൂണിറ്റ്സ് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്, ലേബർ തന്നിട്ടുണ്ട്, എക്സ്പെൻസ് തന്നിട്ടുണ്ട്. 3 പ്രോസസ്സിൻ്റെയും ഓവർഹെഡ് എക്സ്പെൻസസ് 6000 ആണെന്ന് ടോട്ടൽ തന്നിട്ടുണ്ട്. ആൻഡ് ഡയറക്റ്റ് വേജസിന്റെ ബേസിസിലാണ് ആ എക്സ്പെൻസ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. ആൻഡ് മെയിൻ റോ മെറ്റീരിയൽസ് ഇഷ്യൂ ടു ദ പ്രോസസ് ഈസ് 6000 ആണ്. ആൻഡ് ഇഗ്നോറിംഗ് ദ ക്വസ്റ്റ്യൻ ഓഫ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും ഇല്ല, ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടില്ല. നമ്മളോട് പറയുന്നത് പ്രിപ്പയർ ദ പ്രോസസ് അക്കൗണ്ട് കൺസേൺഡ് ആണ്. സോ ഗോ ത്രൂ ദി പ്രോബ്ലം. പ്രോസസ് അക്കൗണ്ടുകൾ വരയ്ക്കുക. പ്രോസസ് എ, പ്രോസസ് ബി, പ്രോസസ് സി, ആൻഡ് ട്രാൻസ്ഫർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ആൻഡ് ഔട്ട്പുട്ട് കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ട്രൈ ടു സോൾവ് ദ പ്രോബ്ലം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.